ഹായ് ഗൈസ്, ജാപ്പനീസ് ഫുഡ് പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടിയ അങ്ങനെ ഉണ്ടാവും. സെറ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു കലക്ക സ്പോട്ടിലായപ്പോൾ ഉള്ളത് കാം ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ. ഇറ്റ്സ് മീ ഏജന്റ് ഫുഡി. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? ഡൈനമൈറ്റ് ചിക്കൻ ആണെങ്കിൽ ഫുള്ളിന് വെറും 150 ഉള്ളു. അതിന് അതിന്റെ ഹാഫ് ഉണ്ട്. അത് നൈസ് കോൺസെപ്റ്റ് അല്ല. നമുക്ക് ടേസ്റ്റ് നോക്കി ഹാഫ് കഴിച്ച് ഇഷ്ടമായ മാത്രം ഫുൾ ഓർഡർ ചെയ്താൽ മതി. നമുക്ക് ഒരു ഡൈനമൈറ്റ് ചിക്കൻ എടുക്കാം. നമ്മൾ ഡൈനമൈറ്റ് ചിക്കൻ റെസിപ്പി മുമ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ ചാനലിലേക്ക് കഴിക്കാൻ മതി. നല്ലൊരു സോസി സ്വീറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഡൈനമൈറ്റ് ചിക്കൻ. സോസി മൂഡിൽ ചിക്കൻ കഴിക്കണമെന്ന് ഇഷ്ടമുള്ള എനിക്ക് എന്താ ഇഷ്ടപ്പെടും. സോസി ചിക്കൻ ഫ്ലേവറാണ്. സോസിനൊരു നൈസ് ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇങ്ങനെ സെലറിക്ക് വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് ചിക്കൻ ആണെങ്കിൽ നല്ല സോയ് ബീഫ് അയ്യോ, സോയ് ബീഫ് പറഞ്ഞൊരു ചെറിയൊരു ടച്ച് വരുന്നുണ്ട്. എന്നാലും ഇതൊരു സോയ് സോസിന്റെ ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കൊള്ളാം. സ്റ്റേക്കിനോട് സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ്. ഇത് എക്സ്പീരിയൻസ് ചെയ്തൊരു കരിയർ ടേസ്റ്റ് കൊള്ളാം. എന്തായാലും ബീഫിൽ ഒരു വെറൈറ്റി കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും മിസ്സാക്കാൻ പാടില്ല. മിസ്സാക്കിയ ഇതൊരു മിസ് തന്നെ ആയിരിക്കും ഗൈസ്. കിടിലം സെറ്റാണ് സംഭവം. ജാപ്പനീസ് ഫ്രൈഡ് ചിക്കൻ കരാഗെ ട്രൈ ചെയ്ത് നോക്കാം. ചിക്കന്റെ തൈ പീസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. തൈ എങ്കിൽ തൈ നല്ലൊരു സംഭവം. നൈസ് ഫ്രൈഡ് ചിക്കൻ. നമുക്കപ്പോൾ എന്തായാലും ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞങ്ങ് എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ക്യാരറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് സിമ്പിളായിട്ട് കഴിക്കാം. കൊള്ളാം. പെർഫെക്റ്റ് ഗൈസ്. അത് നമുക്ക് ഇവിടുത്തെ വൺ ഓഫ് ദ ക്ലാസിക് കോക്ടെയിൽ ആയിട്ടുള്ള ഷിപ്പു കോക്ടെയിൽ ഉണ്ട്. ഒരു റിച്ച് ഫ്ലേവർ ആണ് ശരിക്കും. കിടിലം, ഒരു രക്ഷയില്ല. എപ്പിക് സ്റ്റാഫ്. അതിനുശേഷം കുടിച്ചത് ടോക്കിയോ ആണ്. ഇതൊരു ഹണി ബേസ്ഡ് ഡ്രിങ്ക് ആണ്. വെരി യുണീക്ക് ഫ്ലേവർ. ഹാപ്പി ഹാപ്പി ശാന്തി ശാന്തി. ഇതാണ് നമ്മൾ കാത്തിരുന്ന ബീഫ് ഫ്രൈഡ് ഉഡോൺ നൂഡിൽസ്. ഇത് ഡ്രൈ വേർഷൻ ആണ്. ഈ മഴ സീസണിൽ നല്ല ആവി പറക്കണ ചൂട് നൂഡിൽസ് ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ ഫീലാണ്. അൺഎക്സ്പ്ലെയിനബിൾ ആണ്. എന്തായാലും മസ്റ്റാരും കഴിച്ചിരിക്കേണ്ട ബീഫ് ഫ്രൈഡ് ഉഡോൺ കഴിക്കട്ടെ. ചോപ്പ് സ്റ്റിക്സ് വെച്ചാൽ ശരിക്കും കഴിക്കേണ്ടത്. നമ്മൾ ഇതിലാണ് കംഫർട്ട്. എപ്പോഴും കഴിക്കുന്ന നൂഡിൽസിന് ഒരു ചേഞ്ച് പിടിക്കാൻ പറ്റിയൊരു ഐറ്റം കില്ലർ സ്റ്റഫ്. ശരിക്കും ഒരു കുറെ നാൾക്ക് ശേഷം നല്ലൊരു നൂഡിൽസ് കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ഇതിപ്പോ ഒരു എക്സ്പ്രഷൻ വരും, കണ്ടോ? അതിലുണ്ട് എല്ലാം. ഇനി അടുത്തതായി ഇത് നമ്മുടെ സൂപ്പ് സ്റ്റൈലുള്ള ഉഡോണാണ്. ചിക്കനിലാണ് നമ്മളിത് ട്രൈ ചെയ്തത്. ഇതൊട്ടും സ്പൈസി അല്ല, വളരെ മൈൽഡ് അല്ലെങ്കിൽ സട്ടിൽ ഫ്ലേവർ ആയിട്ടുള്ള ഒരു സിമ്പിൾ നൂഡിൽ സൂപ്പാണ്. ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടാവുന്ന കൈൻഡ് ഓഫ് ഒരു നൂഡിൽസ് അല്ല, ബട്ട് യെസ്, വൺ ടൈം ട്രൈ. ഞാൻ ഇവിടുന്ന് വരുമ്പോൾ ഡൈനാമിക് ചിക്കനും കൂടുതലും പിന്നെ ഉടുമോണാണ് കഴിക്കാറ്. 2 പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഈ കടയിൽ നിന്ന് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഈ റേറ്റിൽ ടോക്കിയോ ഫുഡ്സും ജപ്പാനീസ് ഫുഡ്സും ഒക്കെ കിട്ടൽ കുറവാണ്. ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഐസ് ബ്ലാക്ക് കോഫിയിൽ അങ്ങ് അവസാനിപ്പിക്കാന്ന് കരുതി. സാധാരണ കുടിക്കുന്നതിൽ നിന്നും എന്തൊക്കെയോ ഒരു പ്രത്യേകത ഈ ഒരു ഐസ് ബ്ലാക്ക് കോഫിക്ക് ഉണ്ട്. അപ്പൊ കോഫി ലവേഴ്സ് ഒരു കൈ പൊക്കുന്ന ഇമോജി നിങ്ങൾ അങ്ങ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും കേട്ടോ. കോഫി ലവേഴ്സിന് ഇതൊരു പുതിയ അഡിക്ഷൻ ആയിരിക്കും. ഷുവർ ഷോട്ട്. ക്വാളിറ്റി ആണ് മെയിൻ. ലൈഫ് ഈസ് എപ്പിക് ഗൈസ്. ചിയേഴ്സ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ഷിനാജ് ബോഡി ഉണ്ട്, നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ബോഡിയാണ് ആക്ച്വലി ഈ ഒരു ഷോപ്പ്. നമ്മുടെ സ്റ്റോർ ചെയ്തൊരു ജാപ്പനീസ് കഫേ ആണ്. അപ്പോൾ അറിയാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇപ്പം നമ്മളിപ്പോൾ കൊച്ചിക്കാർ പല വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യണവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജാപ്പനീസ് ഫുഡ് വളരെ കുറവാണ് നമ്മുടെ കൊച്ചിയിൽ. മെയിനായിട്ട് ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സൈക്കിൾ ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ സൈക്കിൾ വാങ്ങാമെന്ന ഒരു ജപ്പാൻകാരൻ ആളുടെ നിന്നാണ് എനിക്ക് റെസിപ്പി കിട്ടിയത്. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ കഫേ നമ്മൾ തുടങ്ങിയത്. ഉഡോൺ നൂഡിലാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഉഡോൺ എന്ന് പറയുന്നത് ഒരു തിക്നെസ് കൂടിയ ഒരു നൂഡിലാണ്. അത് ജാപ്പനീസ് ട്രഡീഷണൽ നൂഡിലാണ്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുക, നമ്മൾ തന്നെ ഉണ്ടാക്കുക. എല്ലാ സോസ് ആണെങ്കിലും എല്ലാം ഇൻ ഹൗസ് ആണ് ചെയ്യുന്നത്. സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ ഉഡോൺ നൂഡില് 200 to 500 ഇടയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നത് വെറും 99 rupees. ഒരു അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കുന്ന ക്വാണ്ടിറ്റി. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രൈ നൂഡിലാണ്. അതിൽ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ഒരുപാട് ഫ്ലേവേഴ്സും അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി നല്ല ജാപ്പനീസ് ഫുഡ്. നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. 3 സൈഡ് ഡിഷ് വന്നത്, 1 കരാഗെ, 2 ഡൈനാമിക് ചിക്കൻ, 3 സോയ ബീഫ്. നമ്മൾ മേക്ക് ചെയ്യുന്നത് ഒസാക്ക സ്റ്റൈലിലുള്ള കരാഗയാണ്. നമ്മളിപ്പോ ഈ തലശ്ശേരി ബിരിയാണി, അതുപോലെ തന്നെ
ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ജാപ്പനീസ് ഫ്രൈഡ് ചിക്കൻ പല സ്ഥലത്തും പല വെറൈറ്റി ആണ്. ഇപ്പൊ ഒസാക്ക സ്റ്റൈലുണ്ട്, മറ്റേ അതേപോലെ തന്നെ ടോക്കിയോ സ്റ്റൈലുണ്ട്, അങ്ങനെ കുറെ സ്റ്റൈലുകളുണ്ട്. ജാപ്പനീസ് ഫുഡ് സാധാരണക്കാർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. എന്തായാലും വ്യത്യസ്തമായ ഒരു ഫുഡ് ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഡെഫിനറ്റ്ലി മേക്ക് വിസിറ്റ് ഹിയർ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ലൊക്കേഷൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ടോക്കിയോ ടേബിളിൽ സെർച്ച് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം. Till then, it's me, Vision Foodie saying bye.